ഹലോ, വെൽക്കം ടു സ്റ്റോറീസ് ബൈ ശ്വേത. ഞങ്ങളിന്ന് കുഞ്ഞൊരു യാത്രയിലാണ്. വിശേഷങ്ങളൊക്കെ വഴിയെ പറയാട്ടോ, അല്ല വഴിയെ കാണാം. Hello everyone. Right now we're at a forest and we are just walking up the hill. I got Yami. Say hello Yami. Hello. And this is me, Jugu. We're going to have so much fun swimming in the water. വെൽക്കം ടു സ്റ്റോറീസ് ബൈ അങ്ങനെ കുറേ കാലമായി ഞാൻ വ്ളോഗ് എടുത്തിട്ട്. ഇൻഫാക്റ്റ് 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹാൻഡ്ഫുൾ ഓഫ് വ്ളോഗ്സ് മാത്രമേ അതിലിട്ടിട്ടുള്ളൂ. സോ ഐ റിയലി വോണ്ട് ടു ഡൂ ദിസ്, പക്ഷേ സംവെയർ സംതിങ് ഈസ് ഗെറ്റിംഗ് സ്റ്റക്ക്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം വരുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഡ്രൈവ് ചെയ്ത് ഇത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും പിന്നെ ചീവീടുകളുടെ ശബ്ദവും അല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. സച്ച് എ പ്രിസ്റ്റീൻ ബ്യൂട്ടിഫുൾ പ്ലേസ്. കാറിന് പോകാൻ മാത്രം കണക്കായിട്ടുള്ള വീതിയിലുള്ള വഴിയാണ്. അതിങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. ചുറ്റും കുറേ റബ്ബർ മരങ്ങളുണ്ട്. ദൂരേക്ക് നോക്കിയാൽ കുന്നുകളും മലകളും ഉണ്ട്. താഴെ അരുവിയും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കും. കേൾക്കുന്നില്ലേ ചീവീടുകളുടെ ശബ്ദം? I'm in so love with this place already. സോ ഇവിടെ അടുത്ത് വേറെ വീടുകളൊന്നും കാണാനില്ല. നമ്മൾ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് ഇങ്ങനെ വരണം. ആൻഡ് ഒരു കാറ് പോകാൻ പാകത്തിന് വീതിയുള്ളൊരു റോഡാണ്. സോ അതിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറച്ചൊരു എലിവേറ്റഡ് ലാൻഡ്സ്കേപ്പിലാണ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ. താഴോട്ട് നോക്കുമ്പോഴും മൈ കസിൻ ഹാസ് ഗോട്ട് എ പ്രോപ്പർട്ടി ആൻഡ് ഐ എം കമ്മിങ് ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഐ എം ഓൾറെഡി ലവിങ് ഇറ്റ്. ഇറ്റ്സ് അമേസിങ്. ഇപ്പം ഞാൻ നട്ടപ്പൊരു വെയിലത്താണ് നിൽക്കുന്നത്, പക്ഷേ ഐ കൻ നോട്ട് ഈവൻ ഇമാജിൻ മഴയുള്ള സമയത്തൊക്കെ ഇവിടെ എന്തായിരിക്കും, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ late evenings എന്തായിരിക്കും, even night time. So must be fun. Hello everyone. Okay, yeah. So I am taking another video. I'm on my swimsuit now. So Yami's here and we are having a lot of fun. Are you ready, guys? Yeah, we're ready. എവിടെ? ഓ ആണോ? താഴെ എത്രയാ മാങ്ങ? എവിടെയാ? Where's the waterfall? Where is it? We're going to find it. Come on in. All right. But are we excited to go to the waterfalls? അപ്പോൾ അഞ്ചേച്ചി ഹൈദരാബാദ് ഉള്ളപ്പോഴേ ഈ പ്രോപ്പർട്ടി മേടിച്ചത് അല്ലേ? എന്തിനാ മേടിച്ചത്? ഇവിടെ ഒരു നല്ല ഫ്ലാറ്റ് മേടിക്കുന്നതിന് ആണോ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കാട് മുഴുവൻ പോയാലും കാട് ഇവിടെ ഉണ്ടാവണം എന്ന് വേണ്ടിയിട്ട്. ഹേ പ്രഭു, അവിടെ നിൽക്കുന്നു. ആക്ച്വലി നമ്മളിപ്പോൾ ജീവിക്കുന്നത് വി ബോറോഡ് ഫ്രം ഫ്യൂച്ചർ ജനറേഷൻ. വി ഹാവ് ടു കീപ് ഇറ്റ് ദേർ. അവിടെ കാണുന്നത് വെള്ളച്ചാട്ടമാണോ? നല്ല മഴയത്ത് ഫുള്ള് വെള്ളം വീഴും ഇങ്ങനെ. Now you can hear the sound of വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. Yeah. Now you can clearly hear the sound of the waterfalls. I think it's around there. കാണുന്നുണ്ട് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ നല്ല റിസോർട്ട്സിൽ പോകുമ്പോൾ, നല്ല ഹോട്ടൽസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതേമാതിരി ടൂറിസ്റ്റ് ലൊക്കേഷൻസിൽ പോകുമ്പോഴൊക്കെ ഇത്ര നല്ല പ്രോപ്പർട്ടി കാണുന്നുണ്ട്. പക്ഷേ ദർ ഈസ് സംവെയർ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് കുറച്ചും കൂടെ അധികമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ റെനോവേഷൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് താമസിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല റൂംസൊക്കെ പണിതിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ ബ്യൂട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ദിസ് വൺ ഈസ് കംപ്ലീറ്റ്ലി അൺടച്ച്ഡ്. ഇതിൻ്റെ ഒരു rawness ഉണ്ട്. this is as natural as it can get. So അതാണ് ഇതിൻ്റെ ഭംഗി. This is how you get down. Okay. 1 2 3 4 വന്നോളൂല്ലേ? 4 എന്താ we rule the world. Right side.
എന്നിട്ടാണ് വഴി അറിയാത്തല്ലേ. ഞങ്ങള് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പം സ്ഥിരം വരാത്ത വഴി ആയതുകൊണ്ട് തന്നെ ഫുൾ പുല്ലൊക്കെ വളർന്നിട്ട് വഴി മനസ്സിലാവുന്നില്ല. സോ വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ വേ. നമുക്കിനി ഇവിടെ ഒരു മാപ്പെല്ലാം ഇടണം ജുഗു. സോ വി ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ വേ ആൻഡ് ഗോയിങ്. പക്ഷെ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പോൾ ആ ഡയറക്ഷൻ വെച്ച് അങ്ങനെ പോവാണ്. മുകളിൽ നിന്ന് എവിടുന്നോ ആണ് ആക്ച്വലി ഞങ്ങൾ ഈ കുന്നും മലയും ഒക്കെ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇനിയും കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങിയാലാണ് വെള്ളച്ചാട്ടം ഉള്ളത്. somewhere there. So my team is already ahead of me. അപ്പോൾ അവർ വഴി കണ്ടുപിടിച്ച് പോയോണ്ടിരിക്കുകയാണ്. So finally we are here. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു. Look at this. വെള്ളം ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം. വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. വെയിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ അധികം വെയിലൊന്നും താഴോട്ട് വരാൻ ഇവരാരും അനുവദിക്കുന്നില്ല. ദേ ജസ്റ്റ് പ്രൊട്ടക്റ്റിംഗ് അസ് ആ നട്ടപ്പൊരി വെയിലത്ത് നിന്ന്. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് നൂൺ നൗ. പക്ഷേ കണ്ടോ, ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇപ്പൊ സത്യം പറഞ്ഞാൽ അധികം വെള്ളമില്ല. ഈ കുട്ടികളെയും കൊണ്ട് വരാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലും ഇവിടെ ചേച്ചിക്ക് അറിയാവുന്ന ഒരു സ്പേസിലും കൂടിയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു പ്ലേ ഇൻ വാട്ടർ ബോഡീസ് ഇൻ റെയിനി സീസൺ. നമ്മൾ ഇവിടെ ഓൾറെഡി കളിച്ച് തുടങ്ങി കണ്ടോ. സോ ഇവിടെ അധികം വെള്ളമില്ല. ഇനി മഴക്കാലത്ത് ഇതൊക്കെ ഫുൾ നിറയുന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി. അവിടുത്തെ കുറേ വേരുകളും വള്ളികളൊക്കെ വെള്ളത്തിലേക്ക് വളർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മക്കൾക്ക് കളിക്കാൻ പാകത്തിനൊന്ന് സൈഡിലേക്കാക്കി ആ ഒരു പോർഷൻ ക്ലീൻ ആക്കി കൊടുത്തു. അധികം ആഴത്തിലുള്ള വെള്ളമല്ല, എനിക്ക് തന്നെ മുട്ടിനത്രേ വെള്ളമുള്ളായിരുന്നു. അപ്പം അവർക്കത് കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു പോർഷൻ ക്ലീൻ ആക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം കളിച്ചു. ചേച്ചി അവർക്ക് എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ ചോദ്യങ്ങൾ അവർക്കും ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. I think for children it's always good to buy them toys. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ബർത്ത്ഡേ ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ടീസിന് പോവുക, അല്ലെങ്കിൽ ടേക്ക് ദം ഔട്ട് ഫോർ ഗുഡ് ഫുഡ്. അതിൻ്റെ ഒക്കെ കൂടെ I think the best thing as a mother genuinely feel the best thing that we can give them are experiences, to experience more people, to experience more situations, more places. അപ്പം ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ലോങ് ജേർണി. ഒരു തൊട്ടടുത്ത കടയിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഐ ട്രൈ ടു ടേക്ക് യാമി സോ ദാറ്റ് ഒരു ദിവസം ഒരു കുഞ്ഞ് പുതിയ കാഴ്ച അത് രസമല്ലേ. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ദീസ് ടു ലിറ്റിൽ ഗേൾസ് ആർ ഹിയർ ആൻഡ് ഐ എം ഷുവർ അവർ കുറേ കാലം ഓർത്തിരിക്കുന്ന ഒരു വൺ ഡേ പിക്നിക് ആയിരിക്കും ഇതെന്ന്. സോ സെയിം ഇസ് ഫോർ us. നമ്മൾ ഇവിടെയാണ് ജുഗു പറഞ്ഞതുപോലെ we're all having a fun time. തിരകൾ നമുക്കടുത്തേക്ക് വരുന്നത് പോലെ, കാട് തേടി നമ്മൾ പോകുന്നത് പോലെ ചില യാത്രകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ വേറെ ചില യാത്രകൾ നമ്മളെ തിരഞ്ഞെടുക്കുന്നതാണ്. എല്ലാ യാത്രയുടെ ലക്ഷ്യവും നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ യാത്ര തന്നെ മനോഹരമാണ് എന്ന തിരിച്ചറിവാണ് എല്ലാ ഇറങ്ങിപ്പുറപ്പെടലുകളെയും ഹൃദ്യമാക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സ്പോട്ടൊക്കെ ഏകദേശം അവിടെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വന്നു. ഇങ്ങനെ വന്ന് ഈ വാട്ടർഫാൾസ് ഇങ്ങനെ പോയി ഏകദേശം അവിടെ എത്തുമ്പോഴേക്ക് സ്റ്റീപ്പായിട്ട് താഴോട്ടേക്ക് ഒഴുകുന്നുണ്ട്. നമുക്ക് അത്രയും പോകാൻ പറ്റില്ല. ദാറ്റ്സ് ക്വൈറ്റ് റിസ്കി. അപ്പം മേ ബി അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് ഇങ്ങനെ പോകാം. വിചാരിച്ചിരുന്നു ഇത് വളരെ ചെറിയൊരു വാട്ടർഫാൾസ്, ഒരു പേരിട്ട് പോലും വിളിക്കാത്ത. ഇതിൻ്റെ കൈവഴികൾ ഒഴുകുമ്പം ചിലപ്പോൾ വേറെ പേരുകൾ ഉണ്ടായിരുന്നിരിക്കാം, മേ ബി ഒറിജിനൽ വേറെ പേരുണ്ടായിരിക്കാം. ഇതിൻ്റെ ഇത്രയും ഭാഗത്തിലുള്ള ജേർണിയിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഹാസ് എ നെയിം. എന്തൊരു ഭംഗിയാ, എന്തൊരു എക്സ്പീരിയൻസാണ് ഇത് തരുന്നത്. സോ ഇത്രയും ചെറുതും വലുതും ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഈ നേച്ചറിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഇത്രയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ത് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ആൻഡ് വി വർ ജസ്റ്റ് ഡിസ്കസിങ്. ഇതിൻ്റെയൊക്കെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കാൻ. അപ്പോൾ താഴെ ഭൂമിയിൽ വേറിട്ട് നിൽക്കുന്ന ദൂരത്ത് നിൽക്കുന്ന കുറേ മരങ്ങൾ മുകളിൽ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് കാണാം, അവർ ഫ്രണ്ട്സ് ആവുന്ന കാണാം.
ചിലർ നല്ല ലവേഴ്സ് ആവുന്നത് കാണാം. അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സൂര്യനെ വരുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു വാച്ച്. മുകളിലേക്ക് ഇങ്ങനെ മക്കൾ ദൂരെ കളിക്കുന്നുണ്ട്, ജുഗും യാമയും. ആൻഡ് ഐ എം സോ ഹാപ്പി ടു സീ ദം ഇൻ ദ നേച്ചർ ഹാവിങ് ദ ഗുഡ് ടൈം. ഗാഡ്ജറ്റ്സിൻ്റെയും സ്ക്രീൻ ടൈമിൻ്റെയും ബുക്സിൻ്റെയും ടൈം ടേബിളിൻ്റെ ഒക്കെ ഇടയിൽ പിന്നെ എല്ലാത്തിനും ഉപരി ഇത് അവരുടെ ഒരു ബോണ്ടിങ് ടൈമും കൂടിയാണ്. ലിറ്റിൽ കസിൻസ് ബിക്കംസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ ലൈഫ്. കവേഴ്സ് നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ കുറേ സൈഡിലൊക്കെ കുറേ കവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇയാളും കൂടെ നമ്മൾ കഴിച്ചതും. സോ വി ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ബാക്ക് ടു ദ ബിൻ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഈ പിള്ളേരാണല്ലോ. ഏതാ കൂടുതൽ വൈൽഡ് എന്നാണ്? ഇതാണോ വൈൽഡ് അതോ ഇതാണോ വൈൽഡ്? അമ്മ പറയൂ. ഇത്. സോ അങ്ങനെ ഞങ്ങൾ തൽക്കാലം ബബായ് പറയാണ്. ഇഷ്ടപ്പെട്ടോ ശ്രേയക്കുട്ടി? തിരിച്ച് മുകളിലേക്ക് മല കയറാൻ പോവാണ്. അപ്പം നമ്മൾ കളിച്ച വാട്ടർഫോൾസ് ഏകദേശം ആ ഒരു സൈഡിലാണ്. നമ്മളിതാ ഇതിലേക്ക് കയറി ഇങ്ങനെ ഇവിടേക്കൊക്കെ എത്തിയപ്പം വഴിയുണ്ട്. കയറിയിട്ട് ഇങ്ങനെ നടന്നു വരുവാണ്. ഈ വഴി ഇങ്ങനെ പോണം. So my niece calls this home. Yeah, a forest house because it's in the middle of a forest, and I'm so happy that she has a place to come back to. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്നത് പോലെ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്പേസ് ആണോ? അല്ല, ബട്ട് ബിക്കോസ് യു മൈറ്റ് നോട്ട് ഗെറ്റ് ഓൾ തിങ്സ് അറ്റ് യുവർ ഹാൻഡ്. നമ്മൾ വിചാരിച്ച് സ്വിഗ്ഗി ചെയ്യുന്ന മാതിരി അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുന്ന മാതിരി ഒന്നും പെട്ടെന്ന് സാധനങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. ബട്ട് ദെൻ ഇവൻച്വലി ഐ തിങ്ക് യു വിൽ ലേൺ ടു ലവ് this life with all that you have in your hand. അപ്പോൾ നമ്മളങ്ങനെയാണ് കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് വന്നു. Like we are yet to have our lunch, as in it's almost 6 o'clock. 6 so yes, about to be 6 o'clock now. So അപ്പോൾ നമ്മൾ ഉള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തു. We like played so much in the water after like long time. പിന്നെ നല്ല വാക്കിന് പോയി and we had some gossip sessions. അതൊക്കെ രസമായിരുന്നു. Long deep conversations and staring at the sky and trees for no reason. അപ്പം I think these are the things that make these moments very memorable. അപ്പം ഇതിനൊക്കെ വേണ്ടിയാണ് ഒരു 1 day ആണെങ്കിൽ പോലും ഗെറ്റ് അവേക്ക് വേണ്ടി വരുന്നത്. ദിസ് ഇസ് വെരി സ്മോൾ വ്ളോഗ്. ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പക്ഷേ വെൻ വി ആർ ഗോയിങ് ബാക്ക് വി ആർ റിലാക്സ്ഡ് ആൻഡ് വി നോ ഇനി തിരിച്ചു പോകുമ്പം ആ ഒരു കയോസിലോട്ടും ആ കൺഫ്യൂഷൻസിലോട്ടും ആ തിരക്ക് ബഹളം എല്ലാത്തിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു നോ ദാറ്റ് ദിസ് നേച്ചർ ഇസ് അവെയിറ്റിംഗ് യു, ഇസ് അവെയിറ്റിംഗ് ഇറ്റ്സ് യുവർ പ്രസൻസ്. നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ തിരക്കും ബഹളമൊക്കെ മാറ്റി വെച്ച് വരുമ്പം നേച്ചർ ആൻഡ് യൂണിവേഴ്സ് ഇസ് ഹിയർ ടു ഹഗ് യു ടൈറ്റ് ആൻഡ് ടെൽ യു ദാറ്റ് ഇറ്റ്സ് ഓക്കെ. യു ക്യാൻ റൺ അറൗണ്ട്, മേക്ക് ബിസി സ്കെഡ്യൂൾസ് ആൻഡ് മേക്ക് അപ്പോയിൻമെൻറ്റ്സ് ഓർ ഡു ഓൾ ദ തിങ്സ് യു വോണ്ട് ടു ഡു ആൻഡ് യു ക്യാൻ കം ബാക്ക് ടു മീ. ഐ വിൽ ബി ഹിയർ വെയിറ്റിംഗ് ഫോർ യു എന്ന് പറയുകയാണ് നേച്ചർ. സോ മേക്ക് ടൈം ടു ഗോ ബാക്ക് ടു നേച്ചർ. That will make you a much happier person. I'm sure your soul will thank you for what you've done. So ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കഥ. ഞങ്ങൾ 3, 4, 5 പെണ്ണുങ്ങൾ ഒരു ദിവസം രാവിലെ ഓൾ ഓഫ് എ സഡൻ ഒരു പ്ലാൻ ഉണ്ടാക്കി വയനാട്ടിലേക്ക് വന്ന് ഒരു ഡേ സ്പെൻഡ് ചെയ്ത കഥ. കീപ് ക്രിയേറ്റിംഗ് സ്റ്റോറീസ് ബിക്കോസ് ദാറ്റ് ഹാസ് മാജിക് ആൻഡ് ബേസിക്കലി നമ്മളെല്ലാവരും കുഞ്ഞു കഥകളല്ലേ. See you all. Bye.